ന്യൂസ് മലയാളത്തിന്റെ പ്രത്യേക ഇലക്ഷൻ സംവാദവും വിശകലനങ്ങളും ഉൾപ്പെടുത്തിയ പ്രത്യേക ഷോ ഇലക്ഷൻ ഹെറാൾഡ് തുടങ്ങുകയാണ്. ഇന്ന് 7 ജില്ലകൾ ജനവിധി എഴുതി. നിലവിലെ കണക്ക് പ്രകാരം 70.68 ആണ് വോട്ടിംഗ് ശതമാനം. രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ശേഷം 7 ജില്ലകളിൽ പരസ്യ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തോടെ സമാപിച്ചു. നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ വ്യാഴാഴ്ച വിധിയെഴുതും. വാർത്താ വിസ്ഫോടനങ്ങളുടെയും ദിനമായിരുന്നു ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ദിവസം. അതിലെന്തെല്ലാം പോളിംഗിനെ സ്വാധീനിച്ചിട്ടുണ്ടാകും? 3 മുന്നണികളെയും പ്രതിനിധീകരിച്ച് അതിഥികൾ കാത്തിരിക്കുകയാണ്. പോളിംഗ് ശതമാനത്തിന്റെ വിശകലനം നോക്കേണ്ടതുണ്ട്. നമുക്ക് ഇന്ന് നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ വിലയിരുത്തലുകളിലേക്കും നമ്മൾ പോകും. അപ്പോൾ പിന്നെ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഉടൻ അതിഥികൾ നമുക്കൊപ്പം ചേരും. അതിനു മുമ്പ് പോളിംഗ് ശതമാനം, ഇന്നത്തെ പോളിംഗ് ശതമാനം സംബന്ധിച്ച ചില കണക്കുകൾ നമുക്ക് നോക്കി വരാം. നിലവിലെ കണക്കനുസരിച്ച് 2020-നേക്കാൾ 2.5% കുറവ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഒടുവിൽ വന്ന കണക്ക് പ്രകാരം സംസ്ഥാനത്ത് വോട്ടിംഗ് ശതമാനം ഇതുവരെ 70.28%. അതാണ് നമ്മളിപ്പോൾ ഈ കാർഡിൽ കാണുന്നത്. ചിലപ്പോൾ ദശാംശ കണക്കിൽ നേരിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഇത്തവണ 2 ഘട്ടമായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ 2020 അത് 3 ഘട്ടമായിരുന്നു. കൊറോണയുടെ സാഹചര്യത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ 73.1% പോളിംഗ് ആണ് 2020 രേഖപ്പെടുത്തിയത്. 2020 3 ഘട്ടങ്ങളും പൂർത്തിയായപ്പോൾ ആകെ വോട്ടിംഗ് ശതമാനം 76.2% അതിനു മുമ്പ് നടന്ന 2015 തെരഞ്ഞെടുപ്പിനേക്കാൾ 1.5% കുറവാണ് അന്ന് രേഖപ്പെടുത്തിയിരുന്നത്. ഇനി പോളിംഗ് ശതമാനം ജില്ല തിരിച്ച് നമുക്ക് പരിശോധിക്കാം. ആദ്യം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ 2020 വോട്ടിംഗ് ശതമാനം ജില്ല തിരിച്ച് പരിശോധിക്കാം. 2020 കണക്ക് ഇങ്ങനെയായിരുന്നു. തിരുവനന്തപുരം 70%, കൊല്ലം 73.8%, പത്തനംതിട്ട 69.7%, ആലപ്പുഴ 77.4%, ഇടുക്കി 74.7%, കോട്ടയം 73.9%, എറണാകുളം 77.1% എന്നിങ്ങനെയായിരുന്നു 2020 പോളിംഗ്. നമുക്കടുത്തത് കോർപ്പറേഷനിലെ കാര്യങ്ങളും കൂടെ നോക്കണം. കോർപ്പറേഷനിലെ പോളിംഗ് ശതമാനം ഇങ്ങനെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ, കൊല്ലം കോർപ്പറേഷൻ, എറണാകുളം കോർപ്പറേഷൻ എന്നിവ നമുക്ക് കാണാം. പോളിൽ കാണാം എത്രയാണ് ശതമാനം എന്ന്. തിരുവനന്തപുരത്ത് 56.72%, കൊല്ലം 62.18%, എറണാകുളം 61.39%. 2020 ഇങ്ങനെയായിരുന്നു. തിരുവനന്തപുരത്ത് 59.73%, കൊല്ലത്ത് 66.06%, എറണാകുളം 62.04%. എനിക്ക് തോന്നുന്നു ബിനിൽ കഴിഞ്ഞ തവണത്തേതിലേക്ക് തന്നെ എത്തുമായിരിക്കും. പൂർണ്ണമായുള്ള കണക്കുകൾ ലഭ്യമാകുമ്പോൾ അങ്ങനെയായിരിക്കും. ഓക്കെ, നമുക്കിനി ആ സീറ്റ് നില കൂടെ പരിശോധിക്കാം അല്ലേ സനീഷ്? നിലവിലെ സീറ്റ് നിലയാണ് നമ്മൾ പരിശോധിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെ 100 സീറ്റുകളാണുള്ളത്. അവിടെ LDF-നെ സംബന്ധിച്ച് 56 സീറ്റുകളാണുള്ളത്. UDF സംബന്ധിച്ച് 10 സീറ്റുകളും BJP സംബന്ധിച്ച് 34 LDF കഴിഞ്ഞാൽ അവിടെ BJP NDA ആണ് രണ്ടാമത്തെ പ്രധാനം. ഇത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മത്സരമാണ് നമ്മൾ ഓർക്കണം. കാരണം BJP അവിടെ അട്ടിമറി വിജയം നേടി കോർപ്പറേഷൻ ഭരണം പിടിക്കും എന്ന് വളരെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷെ അവർ തമ്മിലുള്ള വ്യത്യാസം ഇത്രത്തോളം ഉണ്ട് എന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിൽ വെക്കണം. അവിടെ എന്ന് മാത്രമല്ല, ശബരിനാഥനെ പോലുള്ള ആളെ മുന്നോട്ട് നിർത്തിയിട്ട് UDF ഈ 10 എന്ന തീരെ 3-ാം സ്ഥാനത്തുള്ള സംഖ്യ മെച്ചപ്പെടുത്താൻ അവർ നല്ലോണം ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാവുന്ന തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ കാര്യവുമായിരിക്കും. കൊല്ലത്തേക്ക് പോകാം. കൊല്ലം കോർപ്പറേഷനിൽ 55 ഡിവിഷനുകളാണ്. തിരുവനന്തപുരത്തിന് നേർപകുതിയുള്ളൂ അല്ലേ? LDF-നെ സംബന്ധിച്ച് 38 സീറ്റുകൾ, UDF-ന് 10, NDA 6, SDPI 1 സീറ്റും അവിടെ ഉണ്ട്. കൊല്ലത്ത് എന്ത് സംഭവിക്കും? ഇതും CPM-നും ഇടതുപക്ഷത്തിനും മുൻതൂക്കമുള്ളത്. നമുക്കറിയാം 6 കോർപ്പറേഷൻ ആകെ സംസ്ഥാനത്തുള്ളതിൽ ഒറ്റയിടത്ത് മാത്രമേ UDF ഉള്ളൂ, കണ്ണൂരിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം LDF-ന്റെ കൈവശമാണ്. ഇവിടെ നല്ല വ്യത്യാസം നമുക്ക് കാണാം. അത് വല്ലാത്തോതിൽ മാറ്റം വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഓക്കെ, നമുക്ക് എറണാകുളത്തേക്ക് കൂടെ പോകാം. കൊച്ചി കോർപ്പറേഷനിൽ 74 ഡിവിഷനുകളാണുള്ളത്. LDF-നെ സംബന്ധിച്ച് 34 കൊച്ചി കോർപ്പറേഷനിലുള്ളത്. UDF-ന് 31, BJP-യെ സംബന്ധിച്ച് 5 ഡിവിഷനുകളിലും അവർ ജയിച്ചിരുന്നു 2020. മറ്റുള്ളവർ 4 ഡിവിഷനിലുമാണ്. കൊച്ചിയിൽ മറ്റ് സ്പ്ലിറ്റ് കൂടെ തന്നിട്ടുണ്ട്. അതായത് CPIM, CPI, മറ്റ് പാർട്ടികളൊക്കെ എങ്ങനെ എത്ര സീറ്റുണ്ട് അതെ പെർഫോം ചെയ്തു എന്നുള്ളത്. ഇതിനകത്ത് ഉള്ള കൗതുകം ഈ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അല്ലേ? അതായത് നല്ല മത്സരം നടന്ന് ഈ പറയുന്ന പൊതു രാഷ്ട്രീയ ചിത്രമൊക്കെ ഒന്ന് മാറി പറഞ്ഞാൽ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകാം എന്ന തോന്നലുണ്ടാക്കും. പക്ഷേ നമുക്ക് അപ്പോഴും അറിയാം അവിടെ UDF-ന് ഒരു മുൻതൂക്കം മറ്റുള്ള തെരഞ്ഞെടുപ്പുകളിലുണ്ട്. എന്താണെന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും കാത്തിരുന്ന് കാണാമെന്ന് പറയേണ്ടി വരും. അതെ, തീർച്ചയായും. ഇനി നമുക്ക് പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും നിലവിലെ കക്ഷി നില കൂടി വളരെ വേഗത്തിൽ പരിശോധിക്കാം. അതിങ്ങനെയാണ് സനീഷ്. അത് തിരുവനന്തപുരത്ത് ജില്ലാ പഞ്ചായത്ത് 26 ഡിവിഷനുകളാണ് ആകെ.
ഭരണം LDF-നാണ്. LDF-ന് 20 വാർഡുകളുണ്ട്, UDF-ന് 6 ഉണ്ട്. അപ്പോൾ നല്ല വ്യത്യാസം അവർക്കുണ്ട് എന്ന് കാണണം. തിരുവനന്തപുരത്തെ മുനിസിപ്പാലിറ്റികൾ 4 വർക്കല, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര. 4 ഇടത് ഭരണമാണ് എന്നത് നമ്മൾ ഓർക്കണം. തിരുവനന്തപുരത്ത് നല്ല മുന്നേറ്റം LDF-നുണ്ട് എന്നതാണ് അതിൻ്റെ കാര്യം. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ 26 ഡിവിഷനുകളാണ് ആകെ ഉള്ളത്. അതിൽ ഭരണം LDF-നാണ് ഉള്ളത്. LDF ഭരിക്കുന്നത് 23 23 ഡിവിഷനുകളിലാണ്. UDF-ന് 3 ഡിവിഷനുകളിൽ മാത്രമാണ് ജില്ലാ പഞ്ചായത്തിൽ ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. കൊല്ലത്തെ മുനിസിപ്പാലിറ്റികൾ 4 കൊട്ടാരക്കര, പുനലൂർ, കരുനാഗപ്പള്ളി എന്നിവയാണ് മുനിസിപ്പാലിറ്റികൾ. അതിൽ UDF പരവൂർ എന്നീ മുനിസിപ്പാലിറ്റി മാത്രമാണ് ഭരിക്കുന്നത് എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 23 ഡിവിഷനുകളിൽ ഭരണം LDF കൈയാളുന്നു. LDF-ന് 20, UDF-ന് 2, NDA-ക്ക് 1 എന്നുള്ളതാണ് പത്തനംതിട്ടയിൽ. അതെ, അങ്ങനെയാണ് ആലപ്പുഴയിലെ കണക്ക് വരുന്നത്. ആലപ്പുഴയിലെ മുനിസിപ്പാലിറ്റികളുടെ കണക്ക് കൂടി പറയാം. ആകെ 6 മുനിസിപ്പാലിറ്റി, ചെങ്ങന്നൂർ, മാവേലിക്കര, ഹരിപ്പാട് എന്നിവയാണ്. അത് UDF ആലപ്പുഴ, അത് LDF-ന്റെ ആണ്. UDF ആലപ്പുഴ, കായംകുളം, ചേർത്തല എന്നിവയാണ്. തിരിച്ച് UDF ചെങ്ങന്നൂർ, മാവേലിക്കര അത് കഴിഞ്ഞു. അതെ, ആ കാർഡ് കഴിഞ്ഞിരിക്കുന്നു. ഇനി കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് കൂടി പോവാം. കോട്ടയം ജില്ലാ പഞ്ചായത്തിലാണ് 24 ഡിവിഷനുകളാണുള്ളത്. 22 ഡിവിഷനുകളാണ് ആകെയുള്ളത്. അതിനകത്ത് LDF-ന് 14, UDF-ന് 7 എന്ന് നമ്മൾ കാണുന്നു. LDF-ൻ്റെയും UDF-ൻ്റെയും പാർട്ടികളുടെ നിലയും നമുക്കതിനകത്ത് കാണാം. LDF മുന്നിട്ട് നിൽക്കുകയാണ്. ഇത് കോട്ടയം ജില്ലാ പഞ്ചായത്താണ് അല്ലേ? കോട്ടയം ജില്ലാ പഞ്ചായത്താണ് കാണുന്നത്. അതെ, കോട്ടയം ആയതുകൊണ്ട് കേരള കോൺഗ്രസ് മാണിയുണ്ട് അവിടെ. അതെ. മറ്റു പാർട്ടികൾ കൂടെ ഉണ്ട്. CPM 6, അത്തരം കണക്കുകൾ കൂടെ ഉണ്ട്. കോട്ടയത്തെ മുനിസിപ്പാലിറ്റികൾ 6 കോട്ടയം, വൈക്കം, ഈരാറ്റുപേട്ട, ഏറ്റുമാനൂർ UDF, ചങ്ങനാശ്ശേരി, പാല 2 മുനിസിപ്പാലിറ്റികളാണ് LDF-ന്റെ കൈവശമുള്ളത്. ബാക്കി 4 അവിടെ കോട്ടയത്ത് UDF-ന്റെ മുൻതൂക്കമുള്ള ജില്ലയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇനി പത്തനംതിട്ടയിലാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ 16 ഡിവിഷനുകളാണ് ആകെ. LDF-ന് 12 ഭരണമുണ്ട്. UDF-ന് 4 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. UDF-ന് 4 കോൺഗ്രസിന് തന്നെയാണ്. മറ്റേത് CPIM, CPI, കേരള കോൺഗ്രസ് M, JDS എന്നിങ്ങനെ അവർക്കെല്ലാം ചേർത്താണ് LDF-നുള്ളത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലും ഈ പറയുന്ന LDF-ന് മുൻതൂക്കമാണ്. മുനിസിപ്പാലിറ്റികൾ അവിടെ പത്തനംതിട്ട ജില്ലയിൽ ഇങ്ങനെയാണ്. LDF-ന് 2, UDF-ന് 1, BJP-ക്ക് 1. ഇവിടെയാണ് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ആ കാർഡ് കുറച്ചു നേരം കൊണ്ട് നിൽക്കട്ടെ. അതായത് BJP-ക്ക് അവരുടെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റികളിൽ ഒന്നുള്ളത് ഇവിടെയാണ്, പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട, അടൂര് LDF-നൊപ്പവും UDF തിരുവല്ല അവർക്കൊപ്പവുമാണ്. BJP ഈ പന്തളം നഗരസഭാ ഭരണം നിലനിർത്തും എന്ന നല്ല ആത്മവിശ്വാസം അവർക്കുണ്ട്. പ്രത്യേകിച്ചും സ്വർണ്ണക്കൊള്ള വിഷയം, ശബരിമല പ്രശ്നങ്ങൾ അവരുടെ ശക്തി കേന്ദ്രമാണത്. അവരുടെ നില മെച്ചപ്പെടുത്തുകയാണോ ചെയ്യുക? അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ വാർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമോ? ലെഫ്റ്റ് CPM എവിടെയെങ്കിലും സീറ്റുകൾ പിടിക്കുമോ എന്നതുപോലുള്ള കാര്യങ്ങൾ നല്ല കൗതുകം ഉണ്ടാക്കും. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ശബരിമല വിവാദം, സ്ത്രീ പ്രവേശന വിവാദവുമായി ബന്ധപ്പെട്ടാണ് അന്ന് അവർ അധികാരത്തിലെത്തിയത്. അതിൽ പ്രധാനമായും UDF-ന്റെ സീറ്റുകൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സീറ്റുകളിലേക്ക് കടന്നു കയറിയാണ് അധികാരത്തിലെത്തിയത്. അപ്പോൾ കോൺഗ്രസിന്റെ പെർഫോമൻസ് എങ്ങനെയാകും എന്നുള്ളത് BJP ഭരണം തുടരുന്നതിന് കാരണമാകുമെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ്, അതാണ്. അത് വളരെ രാഷ്ട്രീയ കൗതുകം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് പന്തളം എന്ന് നമ്മൾ പ്രത്യേകമായി തന്നെ കാണണം. ഇടുക്കിയുടേത് LDF 10 ജില്ലാ പഞ്ചായത്താണ്. ഇത് 16 ഡിവിഷനുകളാണ് ആകെ. 10 LDF, UDF 6 സ്ഥലത്ത്. CPM-ന് 5, CPI-ക്ക് 4 അല്ലേ? അങ്ങനെയാണ് LDF-നകത്ത്. UDF-നകത്ത് 1. കേരള കോൺഗ്രസും ഈ കോൺഗ്രസും ചേർന്നാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇടുക്കിയിൽ ഈ ഡിവിഷനുകളിൽ UDF-നുള്ള 6 ഡിവിഷനുകളിൽ കൂടുതലും കേരള കോൺഗ്രസ് ജോസഫ് 4ആണ്. കോൺഗ്രസ് 2 ഉള്ളൂ. അവിടെ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന UDF-ന്റെ ഒരു മുൻതൂക്കമുള്ള സ്ഥലവും കൂടിയാണത്. മുനിസിപ്പാലിറ്റികളാണുള്ളത്. 2 UDF ഭരണമാണ്. തൊടുപുഴ UDF ആണ്, കട്ടപ്പന UDF ആണ്. മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിൽ പക്ഷേ ഇതിലൊന്നും മാറ്റം വരില്ല എന്നാണ് UDF നല്ലോണം പ്രതീക്ഷിക്കുന്നത്. അതെ, ഉറപ്പായി. നമുക്ക് അടുത്ത ജില്ല എറണാകുളത്തേക്ക് വരാം. എറണാകുളം ജില്ലാ പഞ്ചായത്തിലാകെ ഉള്ളത് 27 ഡിവിഷനുകളാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. UDF-ന് 16 ഡിവിഷനുകൾ, 27-ൽ 16-ൽ ജയിച്ചാണ് ഭരണം അവിടെ പിടിച്ചെടുത്തത്. LDF-ന് 9 ഉണ്ട്. 2020 ഡിവിഷനുകളിൽ ജയിക്കുകയും ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ. CPIM പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പ്ലെയറായി നിൽക്കുന്നു. അപ്പോൾ 2020 ഫാക്ടർ 2020-ൽ ഉണ്ടായിരുന്നു. ആ കാർഡ് അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ബിനിലെ, നമ്മുടെ ഈ ആദ്യഘട്ടത്തിൽ നടക്കുന്ന 7 ജില്ലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട UDF ജില്ല എറണാകുളമാണ്. എല്ലാവർക്കും അറിയാമല്ലോ. UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമാണ്. പക്ഷേ അവിടെ നമ്മൾ നിയമസഭയിലും ലോക്സഭയിലും പറയുന്നത് പോലെയല്ല, LDF-ന് നല്ല കൗതുകമുള്ള ശക്തി കേന്ദ്രങ്ങളും മറ്റും അവിടെ ഉണ്ട്. അതെ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു രീതിയിൽ വോട്ട് വരുന്ന ഒരു ജില്ല കൂടിയാണ് എന്നുള്ളതാണ്. പോളിംഗ് ദിവസം UDF-ന് ഇപ്പോൾ മുനിസിപ്പാലിറ്റികൾ കൂടെയുണ്ട്. 13 മുനിസിപ്പാലിറ്റികളുണ്ട്. അപ്പോൾ അതിനകത്ത് UDF നമ്മൾ പറഞ്ഞ കണക്ക് കറക്റ്റാണ്. UDF-ന് 11 LDF 2 സ്ഥലത്ത് മാത്രമാണ് മുനിസിപ്പാലിറ്റികളിൽ ഭരണമുള്ളത്. എറണാകുളത്ത്
LDF രണ്ട് സ്ഥലത്ത്. UDF പ്രധാനമായും പ്രതീക്ഷ വെക്കുന്ന ഒരു സ്ഥലം. അതെ. സംസ്ഥാനത്ത് ഇപ്പോൾ മറ്റന്നാൾ നടക്കാനിരിക്കുന്ന ഇലക്ഷൻ നടക്കാനിരിക്കുന്ന 7 ജില്ലകൾ കൂടെ ചേർത്താലും ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് നമുക്ക് പറയാവുന്നത് എറണാകുളമാണല്ലോ. തീർച്ചയായും മലപ്പുറമൊക്കെ പോലെ എറണാകുളം വളരെ ശക്തി കേന്ദ്രം. ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF നിന്ന് വിട്ടുപോയതോടെ കോട്ടയത്തിന് നമ്മൾ അങ്ങനെ ഒരു പേര് ചാർത്തി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മറ്റൊരു വോട്ടിംഗ് പാറ്റേൺ ആണ് ഉണ്ടായതെങ്കിൽ പോലും വോട്ട് നല്ലോണം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത്. ഇടുക്കിയാണെങ്കിലും കോട്ടയം ഇടുക്കിയൊക്കെ ആണെങ്കിലും അത് കോൺഗ്രസിൻ്റെതല്ല. അതായത് കേരള കോൺഗ്രസുകളൊക്കെ ചേർന്നിരിക്കുന്ന അവിടങ്ങളിലാണെങ്കിൽ അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ LDF നല്ല സ്വാധീനമുണ്ട്. പക്ഷേ ഇവിടെ എറണാകുളം അങ്ങനെയല്ല സ്ഥിതി. പക്ഷേ അപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ മുനിസിപ്പാലിറ്റികൾ 2 LDF കൈവശമുണ്ട് എന്നത് നമ്മൾ കാണണം. തീർച്ചയായും. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പ്രതികരണം, ഇന്നത്തെ പ്രതികരണത്തിലേക്ക് കൂടി പോകേണ്ടിയിരിക്കുന്നു അല്ലേ? അതെ. പോളിംഗ് ദിവസം UDF വെട്ടിലാക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായത് UDF കൺവീനർ തന്നെയാണ്. അതായത് ആ മുന്നണിയുടെ കൺവീനർ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് നീതി ലഭിച്ചുവെന്നും സർക്കാർ അപ്പീൽ പോകുന്നത് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് എന്നുമായിരുന്നു അടൂർ പ്രകാശിന്റെ വിവാദ പ്രതികരണം. അത് നമുക്ക് കേൾക്കാം. പോവുമല്ലോ, സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. ഇതിലെനിക്ക് ഇത് കേട്ടപ്പോൾ എനിക്ക് പിന്നെ നമ്മുടെ EP ജയരാജൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഒരു മഴുവെടുത്ത് സ്വന്തം കാലിലേക്ക് ഇട്ടത് എനിക്ക് ഓർമ്മ വന്നു. അതുപോലെ ഇന്ന് UDF കൺവീനർ ആ കാലം മഴുവെടുത്തു. അതെ. UDF കൺവീനറുടെ പരാമർശം നാടിന്റെ പൊതുവികാരത്തിനെതിരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അടൂർ പ്രകാശ് പറഞ്ഞത് UDF നിലപാട് തന്നെയാണെന്ന് പിണറായി ആഞ്ഞടിച്ചു. എന്നാൽ സർക്കാർ എന്നും അതിജീവിതയ്ക്കൊപ്പമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രതികരണം കാണാം. ഇവിടെ അത് UDF കൺവീനറുടെ UDF രാഷ്ട്രീയം വെച്ചുള്ള നിലപാടാണത്. നമ്മുടെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലയിരുത്തലാണ് എന്ന് തോന്നുന്നില്ല. പൊതുസമൂഹം ഈ കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും അതിജീവിതക്കൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് അപകടം മണത്ത UDF നേതാക്കൾ. അതായത് അടൂർ പ്രകാശിൻ്റെ പ്രസ്താവന വന്നതോടെ അപകടം മനസ്സിലായ UDF നേതാക്കൾ പെട്ടെന്ന് തന്നെ അടൂർ പ്രകാശിൻ്റെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞു. പ്രസ്താവനയെ അംഗീകരിക്കുന്നില്ല എന്ന് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് വളരെ പെട്ടെന്ന് വന്ന് പറഞ്ഞു. കോൺഗ്രസ് അതിജീവിതക്കൊപ്പമാണെന്നും KPC പ്രസിഡന്റ് സംശയമില്ലാതെ വ്യക്തമാക്കി. അത് വ്യക്തിപരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടു അപ്പീൽ പോകണം. ഒരു കാര്യം കൂടി പറയുന്നു. ഞാൻ ഇന്ന് കേട്ട ഒരു വാർത്ത, സർക്കാർ അപ്പീൽ പോകാൻ മാത്രം പോരാ, അതിജീവിതയുടെ പേഴ്സണൽ അപ്പീലും കൂടെ വേണം. അടൂർ പ്രകാശിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരിക്കും. നമ്മൾ ആദ്യം മുതൽ സ്വീകരിച്ചത് അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ്. അതിന് ഞങ്ങളിത് വേട്ടക്കാരനൊപ്പം നിൽക്കേണ്ട കാര്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് നീതി കിട്ടുക. അതാണ് വാവിട്ട വാക്ക് വൻ വിവാദമായതോടെ 2 മണിക്കൂറിനകം തന്നെ അടൂർ പ്രകാശ് സ്വന്തം പരാമർശം തിരുത്തി. ഒരു വിധത്തിൽ താൻ എന്നും അതിജീവിതക്കൊപ്പമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വാക്കുകൾ അടർത്തിയെടുത്ത് വളച്ചൊടിച്ചാണെന്നും UDF കൺവീനർ ഈ 2ാം പ്രസ്താവനയിൽ വന്ന് ആരോപിച്ചു. ജീവിതയ്ക്കൊപ്പമാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം രാവിലെ പറഞ്ഞ എൻ്റെ പ്രതികരണത്തിൽ ഞാനത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിജീവിതയോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് UDFും. ആവശ്യമില്ലാത്തൊരു പ്രതികരണമായിപ്പോയി. അതെ. നമുക്കത് വിശദമായിട്ട് RDX ചർച്ച ചെയ്യേണ്ടതുകൊണ്ട് അതിലേക്ക് പോകണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും UDFനെതിരായ 1ാം ഘട്ട പോളിംഗിന്റെ ദിവസം LDF ആയുധമാക്കി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് UDF പ്രത്യാക്രമണത്തിന് ഉപയോഗിച്ചത്. കേസിൽ CPIM നേതാക്കൾ പ്രതികളായതുകൊണ്ട് ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം പോകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചു. ശബരിമലയെ സംബന്ധിച്ച് 2021 UDFും BJPയും കള്ളപ്രചാരവേല നടത്തുകയാണെന്നും അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നും കടകംപള്ളി സുരേന്ദ്രൻ തിരിച്ചടിച്ചു. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തിയ ശബരിമലയിൽ ശ്രീധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലിൽ നടന്ന സ്വർണ്ണമോഷണം ഉന്നതരായ CPM നേതാക്കൾ അതിൽ പങ്കാളികളാണ്. ആളുകളെ അമ്പരപ്പിച്ചത് അവർക്കെതിരായ ഒരു നടപടി പോലും CPM എടുത്തിട്ടില്ല. അവരെ ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാണ്. ME ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ ഈ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയ ആളുകളെ ഇപ്പോഴും സംരക്ഷിക്കുക. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ ഹൈക്കോടതി നിയോഗിച്ച ഒരു SIT നടത്തുന്നതായിട്ടുള്ള
അന്വേഷണ സംവിധാനത്തോട് ഗവൺമെൻറ് സമ്പൂർണ്ണമായിട്ടും സഹകരിക്കുകയാണ് ചെയ്യുന്നത്. അക്കാര്യത്തിൽ ഗവൺമെൻറ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഗവൺമെൻറ് തയ്യാറല്ല. അപ്പം അതെല്ലാം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നു ബിനിൽ, നമ്മൾ ഈ സമയത്തെ ഈ ദിവസത്തെ പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തെ വോട്ടിംഗ് ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് വോട്ടിംഗ് ശതമാനം ഇതുവരെ വന്നത് അതിനകത്ത് വന്നു. ഈ നടന്ന 7 ജില്ലകളിലെ ഒരു നക്ഷലിൽ നമ്മൾ ആ കണക്കുകളെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കൊടുത്തു. ഇന്ന് നടത്തിയ പ്രധാനപ്പെട്ട പ്രസ്താവനകളും വന്നു. ഒന്നാം ഘട്ടത്തിൽ ജനം വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. രണ്ടാം ഘട്ടത്തിന്റെ കൊട്ടിക്കലാശവും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നിലവിൽ സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യം എന്ന് നമുക്ക് പരിശോധിക്കാം. അതിഥികൾ ഇലക്ഷൻ ഹെറാൾഡിൽ നമുക്കൊപ്പം ചേരുകയാണ്. CPIM-ൽ നിന്ന് കെ അനിൽകുമാർ, കോൺഗ്രസിൽ നിന്ന് തൗഫിക് രാജൻ, BJP-യിൽ നിന്ന് പ്രിന്റു മഹാദേവ് എന്നിവരാണ് ചർച്ചയുടെ ഭാഗമായി നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം കെ അനിൽകുമാറിലേക്കാണ്. ശ്രീ കെ അനിൽകുമാർ, ഒന്നാം ഘട്ടത്തിൽ കാര്യമായ രീതിയിലുള്ള പോളിംഗ് ഉണ്ടായി. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വോട്ടെടുപ്പ് പൂർണ്ണമാവുകയും ചെയ്തു. CPIM ഈ പോളിംഗ് തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ സമയത്തെല്ലാം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കുകയാണോ അതോ കൂടുതൽ വർദ്ധിക്കുകയാണോ CPIM-ന് അല്ലെങ്കിൽ LDF-ന്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രകടനങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മികച്ചതായിരുന്നു. 2010 മാത്രമാണ് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു പോരായ്മയുണ്ടായത്. പിന്നീട് ഞങ്ങൾ നല്ല ഗൃഹപാഠം നടത്തി. ഞങ്ങൾക്ക് അധികാരം കിട്ടുന്ന എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും മികവാർന്ന നിലയിൽ വികസിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ അധികാരം കിട്ടാത്ത ഇടങ്ങളിലാവട്ടെ കൃത്യമായ പ്രതിപക്ഷ ചുമതല നിർവഹിക്കുക എന്നതും ഞങ്ങൾ നിർവഹിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൻ്റെ പത്രസമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 5 വർഷക്കാലത്ത് എന്താണോ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ കവർ നൽകിയത് അതിന് 4 ഇരട്ടി തുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശരാശരി കണക്കാക്കിയാൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയത് എന്ന് കണക്ക് വെച്ച് സമർത്ഥിക്കുകയുണ്ടായി. ഇത് പദ്ധതി വിഹിതമല്ല, ചെലവഴിക്കപ്പെട്ട തുകയാണ്. അതിനർത്ഥം എന്താണ്? തദ്ദേശ സ്ഥാപനങ്ങളെ മികവാർന്നതിൽ നടത്താൻ ഭരണതല പിന്തുണ കൊടുക്കുന്ന LDF-ന്റെ മികവാർന്ന ഒരു നയം ഇക്കാര്യത്തിലുണ്ട്. 2, അത് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്ന LDF-ന്റെ പ്രത്യേകതയും നമ്മൾ കാണാം. അത് ലോക മാതൃകയാണ്. കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു സംവിധാനം ലോക മാതൃകയാണെന്ന് പറഞ്ഞാൽ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയും പുച്ഛിക്കുകയും ചെയ്യുകയാണ് BJP-യും കോൺഗ്രസും ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ ലോക മാതൃകയാണ് എന്നത് കോവിഡ് കാലത്ത് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ശ്രീ കെ അനിൽകുമാർ, ജനം ആ പോയിന്റിൽ തന്നെയായിരിക്കും വോട്ട് ചെയ്യുക. എന്താണ് അങ്ങ് വിലയിരുത്തുന്നത്? ജനം ഈ പറയുന്ന അതിനപ്പുറത്തേക്ക് ഉപരിപ്ലവമായി നടക്കുന്ന വിവാദങ്ങൾക്കപ്പുറത്തേക്ക് ഈ പറയുന്ന ബേസിക് CPIM അല്ലെങ്കിൽ അങ്ങ് ഇപ്പോൾ പറഞ്ഞ ആ പോയിന്റിൽ മാത്രമായിരിക്കുമോ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക? അതെ, ആ തദ്ദേശ സ്ഥാപനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് 3 വിഷനുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യയിലെ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾ കേരളത്തിന് പുറത്ത് മാതൃകയായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ BJP-ക്ക് പറയാം, കോൺഗ്രസ്സിന് പറയാം. ഞങ്ങൾ ജനങ്ങളോട് പറയുന്ന കാര്യം ഇതാണ്. ഉദാഹരണമായിട്ട് ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് മാലിന്യ സംസ്കരണത്തിൽ എന്താണ് കേരളത്തിൻ്റെ മാതൃക? അവരുടെ മുമ്പിൽ ഹരിതകർമ്മസേന എന്നൊരു പുതിയ മാതൃക വന്നിരിക്കുന്നു. ഇന്നലെ വരെ ഇല്ല. അത് നമ്മുടെ റോഡുകളിലെ മാലിന്യത്തിൻ്റെ അളവ് കുറച്ചോ പുഴകളിലെ വെള്ളത്തെ ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ചോ താരതമ്യം ചെയ്യില്ലേ ആളുകൾ? അതുപോലെ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്കൂളുകളും ആശുപത്രികളും മികവാർന്നതാക്കി അതിൻ്റെ പ്രാദേശിക പിന്തുണ ഉറപ്പുവരുത്തി. ഇപ്പം തന്നെ കുടുംബശ്രീ അത് പിരിച്ചുവിടുമെന്നാണ് UDF പറയുന്നത്. അപ്പോൾ 6 മാസക്കാലം കൂടിയേ ഇനി കുടുംബശ്രീക്ക് ആയുസുള്ളൂ, അത് ഞങ്ങൾ പിരിച്ചുവിടും എന്ന് UDF വാഗ്ദാനം ചെയ്താൽ ഞങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്ന കുടുംബശ്രീ നമ്മുടെ നാട്ടിലുണ്ട്. 62 ലക്ഷം വീടുകളിൽ 2000 രൂപ വെച്ച് പെൻഷൻ എത്തിക്കുമ്പോൾ അയ്യോ ഇത് ഞങ്ങളെങ്ങനെ കൊടുക്കും, ഇത് കൈക്കൂലിയാണ്, ഇത് ഞങ്ങളെങ്ങനെ കൊടുക്കും, നിങ്ങൾ കൊടുക്കണ്ട, LDF-കാർ കൊടുത്തോളും എന്ന് കോൺഗ്രസ്സുകാരോട് മറുപടി പറയുന്ന പെൻഷൻ വാങ്ങുന്നൊരു സമൂഹം നാട്ടിലുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുതിയ മാതൃക മുന്നോട്ട് വെച്ചു. അതിലൊരു 1000 രൂപ വെച്ച് മാസം ഒരു മഞ്ഞ കാർഡുകൾക്കും അതുപോലെ തന്നെ പിങ്ക് കാർഡിലുള്ള ദാരിദ്ര്യത്തിൽപ്പെട്ട ആളുകൾ, അതിദാരിദ്ര്യമല്ല ദാരിദ്ര്യത്തിൽപ്പെട്ട ആളുകൾ, അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു പദ്ധതി മുന്നോട്ട് വെച്ചു. ഏറ്റവും പുതിയ തലമുറയ്ക്ക് വേണ്ടി കണക്റ്റ് വർക്ക് പദ്ധതി. ആളുകൾക്കത് മനസ്സിലായി. കുട്ടികൾ വിദേശത്ത് ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഇടനിലക്കാരുടെ കയ്യിൽപ്പെട്ട് പണം നഷ്ടപ്പെടുമ്പോൾ സർക്കാർ ഒപ്പമുണ്ട് നിങ്ങൾക്കൊരു ജോലി വാങ്ങിച്ചു തരാൻ. വിജ്ഞാന കേരളം പദ്ധതി,
ഡോക്ടർ തോമസ് ഐസക് നേതൃത്വം കൊടുക്കുന്നു. ഇതൊക്കെ വലിയ വിശ്വാസ്യത നേടുകയാണ്. ശരി, കെ അനിൽകുമാർ തുടരുക. അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ, സർക്കാർ ഒപ്പമുണ്ട് എന്ന ടാഗ് ലൈനിൽ ലോകത്തിന് മുന്നിൽ തന്നെ വെക്കാവുന്ന വികസന മാതൃകകളുമായിട്ടാണ്, മാതൃകാപരമായിട്ടുള്ള വികസന അജണ്ടകളുമായിട്ടാണ് ഈ സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ഈ വികസന മാതൃകകൾ തദ്ദേശ സ്ഥാപനങ്ങൾ എങ്ങനെയൊക്കെ ശക്തിപ്പെടുത്തി എന്ന് പോയിന്റ് ബൈ പോയിന്റ് പറയാനുണ്ട് എന്നുള്ളതാണ് കെ അനിൽകുമാർ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനെ പരിപൂർണമായി എതിർക്കുന്നവരാണ് കോൺഗ്രസ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം. അപ്പോൾ ആ പരിപൂർണമായി വികസന വിരോധികളായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുന്നേറ്റത്തെ തടയിടുന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ടെങ്കിൽ ജനം നിങ്ങൾക്ക് വോട്ട് ചെയ്യുമോ, വോട്ട് ചെയ്തിട്ടുണ്ടാകുമോ, ഇനി വോട്ട് ചെയ്യുമോ? ബില്ലിലെ ആദ്യഘട്ടത്തിൽ 7 ജില്ലകൾ ഇന്ന് വിധി എഴുതിയിരിക്കുകയാണ്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തി. അത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ അല്പം മുമ്പ് നമ്മൾ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയത്. ബില്ലിലെ ഞങ്ങൾ പൂർണ്ണമായും കോൺഫിഡൻ്റ് ആണ്. അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവ് ഇവിടെ മുൻപ് സൂചിപ്പിച്ച സാഹചര്യമുണ്ടായി. 2010 ശേഷം കോൺഗ്രസും UDF നടത്താൻ പോകുന്ന ഏറ്റവും ശക്തമായ തിരിച്ചുവരവാണ് ഈ 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിൻ്റെയും സംശയത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ LDF കൊടുത്തതിനെ പറ്റിയൊക്കെ ബഹുമാനപ്പെട്ട ശ്രീ അനിൽകുമാർ സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, LDF കൊടുത്തതും തങ്ങൾക്ക് കിട്ടിയതുമൊക്കെ പൊതുസമൂഹത്തിന് വളരെ കൃത്യമായും വ്യക്തമായും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കത് മതിയായിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ കാരണഭൂതൻ സർക്കാരിനോട് ജനങ്ങൾ ഒന്നടങ്കം കടക്ക് പുറത്ത് എന്ന് പറയാൻ കാത്തിരിക്കുന്ന സമയമാണ് സമാഗതമാകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബില്ലിലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ആ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ്. അത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെയാണ് ആ കൗണ്ട് ഡൗണിന്, ആ ട്രയൽ റണ്ണിന് സമാരംഭം കുറിച്ചിരിക്കുന്നത്. ഒരു സംശയം വേണ്ട, ബില്ലിലെ കഴിഞ്ഞ 9.5 വർഷക്കാലമായി എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന് സമസ്ത മേഖലകളും തച്ചു തകർത്ത ഒരു ജനവിരുദ്ധ ജനദ്രോഹ സർക്കാരുകൾക്കെതിരെ കേരളം ഒന്നടങ്കം വിധി എഴുതാൻ കാത്തിരിക്കുന്ന സമയമാണ് കടന്നു പോകുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ സംസ്ഥാനത്തെ ജനങ്ങൾ ഒട്ടനവധിയായ വിഷയങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. അത് വിലക്കയറ്റം അടക്കം, ശബരിമലയിലെ കൊള്ളയടക്കം, ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയടക്കം, ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി അടക്കം, എണ്ണിയാൽ ഒടുങ്ങാത്ത ഇവിടെ കെ അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയത് അല്ലെങ്കിൽ പൊതുവിൽ LDF CPIM ചൂണ്ടിക്കാട്ടുന്നത് പോയിന്റ് ബൈ പോയിന്റായി ഇത്ര കാര്യങ്ങൾ ചെയ്തു. അതിന് മുൻപുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കെ ആന്റണിയുടെ സർക്കാരുകൾ ചെയ്തതിനപ്പുറത്തേക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്തു. അത് പ്രഖ്യാപനങ്ങളല്ല, ചെയ്തെടുത്തു എന്നുള്ളത് കൃത്യമായ ഒരു ബ്ലൂ പ്രിന്റ് മുന്നോട്ട് വെക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ പോയിന്റ് ബൈ പോയിന്റ് പറയുന്ന വികസന പ്രവർത്തികളെ അല്ലെങ്കിൽ പുരോഗമനപരമായിട്ടുള്ള നിലപാടുകളെ ഖണ്ഡിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഡാറ്റയുണ്ടോ? അല്ലെങ്കിൽ അത് ജനങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചിന്തിച്ച് വോട്ട് ചെയ്യുമ്പോൾ അതിനെ തടയാനാകുമോ? ബില്ല് ഞങ്ങളിവിടെ കൃത്യമായ കുറ്റപത്രം അടക്കം മുൻനിർത്തിയാണ്. ബില്ലടക്കം കണ്ടിട്ടുണ്ടാവും. മറക്കില്ല കേരളം എന്നുള്ള UDFന്റെ കുറ്റപത്രം അടക്കം കഴിഞ്ഞ 9.5 വർഷക്കാലം, അതാണ് ഞാൻ അതിലേക്ക് എത്തുകയായിരുന്നു. കഴിഞ്ഞ 9.5 വർഷക്കാലം ഈ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളും ഈ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പും തുറന്നു കാണിക്കുന്ന തരത്തിലുള്ള കുറ്റപത്രങ്ങൾ അടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ്, വ്യക്തമാക്കിക്കൊണ്ടാണ്, അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അടക്കം ബില്ലിൽ ഓർമ്മയുണ്ടാകും സൂചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിനെ പൊതുസമൂഹത്തിന് മുന്നിൽ വിചാരണ ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായത്. ബില്ലിലെ ഇവിടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയടക്കം ഇവിടെ സാധാരണ ജനങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ കേരളത്തിലെ വിശ്വാസി സമൂഹം ഒന്നടങ്കം, കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളും പീഠങ്ങളും വാതിലുകളും അടക്കം ഒരു വിറ്റു തുലച്ച് കട്ടുമുടിച്ച് കോടികൾ ലാഭം കൊയ്യാനുള്ള ആസൂത്രിതമായ നീക്കം നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. ഇവിടെ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നഗ്നപാതരായി 18ാം പടി ചവിട്ടി സന്നിധാനത്തെത്തി ദർശനം നടത്തി, പിന്നീട് മാളികപ്പുറത്തും എത്തി, വാവരുനടയിലും ദർശനം നടത്തിയ ശേഷം പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എത്തി നിൽക്കുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാരുടെയും കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന്റെ അടക്കം മനസ്സ് വേദനിപ്പിച്ചൊരു സർക്കാർ, അതിന് പിന്തുണ നൽകിയൊരു സർക്കാർ, അതിന് കുറ്റക്കാരായിട്ടുള്ളവരെ
കുറ്റക്കാരായവരെ ഇന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെതിരെ വിധിയെഴുതുന്നത് സമയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലവില്ലേ? ശരി, അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ തുടരുക. ശ്രീ പ്രിന്ദു മഹാദേവ്, ഈ പറയുന്നത് പോലുള്ള വിവാദ വിഷയങ്ങളായിരിക്കുമോ, അല്ലെങ്കിൽ വികസനം ചർച്ചയായിട്ടുണ്ടാകുമോ ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ? രണ്ടാം ഘട്ടം മറ്റന്നാളാണ്. അതിലെന്തായിരിക്കും പ്രധാനമായി ചർച്ചയാവുക? വികസനം ചർച്ചയായാൽ കേരളത്തെ ഈ വിധത്തിൽ മാതൃകാപരമായി വികസിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന CPIM-നും പിണറായി വിജയൻ സർക്കാരിനും LDF-നും ഇടതു മുന്നണിക്കും അത് നേട്ടമാകില്ലേ? അല്ല, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് രണ്ട് മുന്നണി സംവിധാനങ്ങളുടെയും വികസന മുരടിപ്പിനെതിരെയുള്ള ജനകീയമായിട്ടുള്ള വിലയിരുത്തലാകുമെന്ന് തന്നെയാണ് BJPയുടെ വിശ്വാസം. BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഉയർത്തിപ്പിടിച്ച പ്രധാനപ്പെട്ടിട്ടുള്ള മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇടതും മതിയായി വലതും മതിയായി വരണം BJP എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒറ്റ മുദ്രാവാക്യമാണ് വികസിത കേരളം. 7 പതിറ്റാണ്ടായിട്ട് മാറി മാറി ഭരിച്ചിട്ടുള്ള രണ്ട് മുന്നണി സംവിധാനങ്ങളും കേരളം അർഹിക്കേണ്ട നേട്ടങ്ങളിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. നേരത്തെ അനിൽകുമാർ സാർ പറയുന്നത് കേട്ടു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പിണറായി വിജയൻ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായെന്ന്. ആ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ത്രിതല പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന കൈയടിഞ്ഞ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള പണത്തിൻ്റെ അളവ് തന്നെയാണ്. ആ അളവിനെ മാനദണ്ഡമാക്കിയിട്ടുള്ള പല പദ്ധതികളും അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ നേട്ടങ്ങൾ ഒരു 50% ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ പദ്ധതികൾ പോലും കൃത്യമായി നടപ്പിലാക്കാതെ വലിയ അഴിമതിക്ക് കളമൊരുക്കാനാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് കുടിവെള്ളം. ഈ കേരളത്തിൽ ഇപ്പോഴും കുടിവെള്ള കണക്ഷനിൽ വേണ്ടിയിട്ട് 35 ലക്ഷം ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പണമാണ് ജലനിധി മിഷന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തിലെ അവസാനത്തെ പൗരനും 2025 കൂടിയിട്ട് കുടിവെള്ളം ലഭിക്കണമെന്ന ഉദ്ദേശത്തോട് നൽകിയത്. 35 ലക്ഷം കണക്ഷനുകൾ നൽകാൻ ഇപ്പോഴും ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കണം, 35 ലക്ഷം ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാത്ത ഒരു സർക്കാരിന് എങ്ങനെയാണ് ഞങ്ങൾ അടിസ്ഥാന ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയാൻ സാധിക്കുക? നിങ്ങൾ കേരളം നോക്കൂ, കേന്ദ്രം നടപ്പിലാക്കുന്ന ഹൈവേകളുടെ പുരോഗതിയും സംസ്ഥാന സർക്കാരിൻ്റെ റോഡുകളുടെ അവസ്ഥയും നിങ്ങളൊന്ന് താരതമ്യം ചെയ്യൂ. നിങ്ങളൊരു മാധ്യമ പ്രവർത്തകരല്ലേ, കേരളത്തിലെ ഈ സംസ്ഥാന സർക്കാർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട റോഡുകളുടെ അവസ്ഥ ഈ ഇലക്ഷനോടനുബന്ധിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ചെറിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തിയെന്ന് ദേശീയപാതകൾ തുടർച്ചയായി തകരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നോക്കിക്കഴിഞ്ഞാലും അല്ല, അത് നോക്കൂ, അത് കമ്മീഷൻ ചെയ്തതിന് ശേഷം നിങ്ങളത് സംസാരിക്കും. ഒരു പണി പൂർത്തീകരിച്ചതിന് ശേഷം ദേശീയപാതകൾ തുടക്കത്തിലെ പ്രശ്നം ചൂണ്ടിക്കാട്ടി പോകണ്ടേ? തുടക്കത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടി പോകണമല്ലോ. ഞാൻ പറയാലോ, ഞാൻ ചർച്ചയാക്കാം. നിങ്ങൾ ഒരു 100 മീറ്റർ 200 മീറ്റർ റോഡ് തകർന്നു എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വഴുന്ന കേരളത്തിലെ ബൈപ്പാസുകൾ ഒന്ന് നോക്കൂ, 6 വരി പാതയൊന്ന് നോക്കൂ. അത് നോക്കൂ, കേരളത്തിൽ പല റീച്ചുകളിലും പരാതിയുണ്ട്. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കരാർ കമ്പനികളെ ഉൾപ്പെടെ തുടർച്ചയായി ഉൾപ്പെടുത്തുന്നു എന്ന പരാതികൾ പലരിൽ നിന്നും ഉയരുന്നുണ്ട്. വിദഗ്ധ സമിതി റിപ്പോർട്ട് ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ പരിശോധിക്കാം. അതൊക്കെ നമുക്ക് പരിശോധിക്കാം. അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ കൃത്യമായി നടപടി എടുക്കാൻ പര്യാപ്തമായിട്ടുള്ള സർക്കാരുണ്ട്. ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ റോഡുകളും ഊരാളുങ്കൽ സൊസൈറ്റി പോലെയുള്ള ഒരു തുക്കുട കമ്പനിക്ക് കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ പണം അടിച്ചു മാറ്റാൻ ഞങ്ങൾ ഒരു കാലഘട്ടത്തിലും ശ്രമിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അല്ല, ഊരാളുങ്കലിൻ്റെ എത്ര സ്കൂളുകൾ പണിത് അവർ പൊളിഞ്ഞു വീണു. നിങ്ങൾ എത്ര തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും ഈ ഊരാളുങ്കൽ സൊസൈറ്റി വലിയൊരു സ്കൂൾ പുതുക്കാട് അന്നത്തെ രവീന്ദ്രൻ സാർ വിദ്യാഭ്യാസ മന്ത്രി വന്ന അദ്ദേഹത്തിൻ്റെ പണിതിട്ടുള്ളൊരു സ്കൂളുണ്ട്. അത് തകർന്നു തരിപ്പണമായിട്ട് തകർന്നു വീണു. അപ്പോൾ ഊരാളുങ്കലിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അത് എന്തിനാണ് CPM അവർക്ക് കൂടുതൽ ആസൂത്രിതമായിട്ട് അവർക്കുള്ള ശ്രമം കൊടുക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഞങ്ങളെ സംബന്ധിച്ചുള്ള വികസിത കേരളം എന്നാണ് ഈ രാജ്യത്തിലെ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യം മോചിപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. അതിൻ്റെ പ്രതിഫലനമാണ് 25 ലക്ഷം ആളുകളെ ഈ കേരളത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിച്ചത്. അല്ലാതെ പിണറായി വിജയൻ സർക്കാരിൻ്റെ നേട്ടം കൊണ്ടാണോ? നിങ്ങൾ നോക്കൂ, കേരളത്തിലെ ഏത് നഗരത്തിലാണ് ഒരു കൃത്യമായിട്ട് 2 ദിവസം അടുപ്പിച്ച് കഴിഞ്ഞാൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ എന്താ? വെള്ളപ്പൊക്കമാണ്. അത് തിരുവനന്തപുരം നഗരമായിക്കോട്ടെ, തൃശ്ശൂർ നഗരമായിക്കോട്ടെ. കൃത്യമായിട്ടുള്ള ഒരു ടൗൺ പ്ലാനിങ് കൃത്യമായി നടപ്പിലാക്കാൻ ഈ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല. 7 പതിറ്റാണ്ടായി വികസന മുരടിപ്പ്. നിങ്ങൾ നോക്കൂ, പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേന്ദ്രം നൽകുന്ന ഫണ്ടിന്റെ 50% ചെലവാക്കുന്നില്ല. ഇതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിരോധം, അതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. അത് ജനങ്ങൾക്കിടയിൽ വോട്ടാക്കി മാറ്റുമെന്ന് ഞങ്ങൾക്ക് കൃത്യമായി ഉറപ്പുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ രണ്ട് മുന്നണികളും ഈ കേരളത്തിലെ ജാതി മത വർഗീയവാദ
സംഘടനകളുമായിട്ട് കൃത്യമായിട്ട് കൂട്ടുകൂടിയാണ്. ഇപ്പോൾ ഇടതുപക്ഷം അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ്സുകാർ നോക്കുക, ജമാഅത്ത് ഇസ്ലാമിയെ പോലെ, പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള മതഭീകരവാദ സംഘടനകളുമായിട്ട് സന്ധി ചെയ്യുന്നു. ഞങ്ങൾ നോക്കൂ, കേരളത്തിൽ തന്നെ ഏറ്റവും അധികം താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന, ആത്മവിശ്വാസത്തോടുകൂടി മത്സരിക്കുന്ന പ്രസ്ഥാനം BJP ആണ്. അതുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് BJP-യിൽ വിശ്വാസമുണ്ട്. വികസിത കേരളം എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ശരി, ഓക്കെ. ബിന്ദു മഹാദേവ് തുടരുക. കെ അനിൽകുമാറിനാണ് ഈ ചോദ്യങ്ങൾക്ക് കൂടുതൽ മറുപടി പറയാനുള്ളത്. അങ്ങേക്ക് 2 മിനിറ്റ് എടുത്ത് വിശദമായി മറുപടി പറയാം. ശ്രീ കെ അനിൽകുമാർ, ഇപ്പോൾ കോൺഗ്രസ് പ്രദീപ് ചൂണ്ടിക്കാട്ടുന്നത് വലിയ വിവാദങ്ങളുണ്ട്. ജനങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടിലായിരുന്നു, വാഗ്ദാനങ്ങളിൽ മാത്രം സർക്കാർ ഒതുങ്ങിപ്പോയി, ശബരിമല ഉൾപ്പെടെ ചർച്ചയാകും. BJP പ്രതിനിധി പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച പണം പോലും, പദ്ധതി വിഹിതം പോലും കൃത്യമായി വിനിയോഗിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. പിന്നീടാണ് മേനി പറയുന്നത് സ്വന്തം ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ CPIM-ന് മടിയാണ്, അല്ലെങ്കിൽ LDF-ന് മടിയാണെന്നാണ് BJP പ്രതിനിധിയുടെ ആരോപണം. അല്ല, ഇതെല്ലാം കൂടി 2 മിനിറ്റിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേണമെങ്കിൽ അവർ തന്നെ പറയട്ടെ എന്നുള്ളതല്ലേ നല്ലത്. അങ്ങ് പറഞ്ഞോളൂ. അല്ല, 2 മിനിറ്റ് കൊണ്ട് എനിക്ക് തീർക്കാനാവില്ല. എനിക്ക് അശക്തനാണ്. എനിക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞോളൂ. മറുപടി ആവശ്യമില്ല. പിന്നെ ഞാൻ അല്ല, അങ്ങനെയാണ്. പിന്നെ അവർ പറയട്ടെ, അവർ പൂർത്തിയാക്കട്ടെ, അവർ പൂർത്തിയാക്കിക്കോളൂ. ഇല്ല, അങ്ങ് പറഞ്ഞോളൂ. അങ്ങയുടെ മറുപടി പറഞ്ഞോളൂ. അല്ല, നിങ്ങൾ 2 മിനിറ്റേ ഉള്ളെങ്കിൽ പിന്നെ ഞാനിത് പറയട്ടെ. അല്ല, ഞാനതിന്റെ ഒരു സമയം ഇൻബൗണ്ട്, എനിക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് പറഞ്ഞോളൂ. നമ്മൾ തർക്കത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങ് പറഞ്ഞോളൂ. ഉള്ള പിന്നീടൊരു അവസരത്തിലാവാം. ഇല്ല, അങ്ങ് പറഞ്ഞോളൂ. എനിക്ക് വിരോധമില്ല. ഞങ്ങളിതെല്ലാം എല്ലാ ദിവസവും കേട്ടോണ്ടിരിക്കുന്നതല്ലേ. അല്ല, അവർ പറഞ്ഞു മറുപടി പറഞ്ഞോ കൃത്യമായിട്ട്. ഇവർ തമ്മിൽ പരസ്പരം ഒന്നും പറഞ്ഞില്ല. അതെ, അങ്ങക്ക് പറയാം. അതെ, അപ്പൊ കൃത്യമായിട്ട് മറുപടി പറയാനാണ് തുടങ്ങണത്. അതെ, 2 ആളും പരസ്പരം ഒന്നും പറഞ്ഞില്ല. ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ടോ? കോൺഗ്രസ് BJP-യെ കുറിച്ചോ, BJP കോൺഗ്രസിനെ കുറിച്ചോ പറഞ്ഞോ? 2 കൂട്ടരും ഞങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് എന്താ പറഞ്ഞത്? ദേശീയപാതയിലെ ടെൻഡർ വിളിച്ച് ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ടെൻഡർ എടുത്ത് 99% പൂർത്തിയാക്കിയ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ വാർഷിക ദിനത്തിൽ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന കേന്ദ്രത്തിലെ ഒരു മന്ത്രി അവരെ പ്രശംസിച്ചു. ഉഡായിപ്പ് കമ്പനിയിൽ നിന്ന് എന്നാ കിട്ടിയിട്ടാണ് ഈ നിതിൻ ഗഡ്കരി ആ ഉഡായിപ്പ് കമ്പനിയെ പ്രശംസിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളുകളുടെ നിലവാരം എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. നിതിൻ ഗഡ്കരി ഉഡായിപ്പ് കമ്പനിയെ പ്രശംസിക്കാൻ നടക്കുന്ന ആളാണോ? വാഗ്ബടാനന്ദൻ ഉണ്ടാക്കിയതാണ്. RSS-നൊക്കെ പഴക്കമുണ്ട് ആ സ്ഥാപനത്തിന്, കേട്ടോ. നിങ്ങൾ എന്തിനേയും ആക്രമിക്കും BJP-ക്കാർ. ഞങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സൊസൈറ്റിയുടെ വക്താക്കളൊന്നുമല്ല. പക്ഷേ അവർ ഏത് സ്കൂൾ തകർന്ന ഒരു സ്കൂളിൻ്റെ പേര് പറഞ്ഞു കേട്ടല്ലോ. ഒരു സ്കൂളിൻ്റെ പേരും പറയത്തില്ല. അവിടെ പോയ കുട്ടികൾ പഠിക്കുന്നുണ്ട്. നിർമ്മാണാവസ്ഥയിൽ ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും പൊട്ടലുണ്ടായ ഉടനെ വാട്സപ്പിൽ മെസ്സേജ് ഉണ്ടാക്കരുത്. യൂണിവേഴ്സിറ്റി അതവിടെ സ്കൂൾ അവിടെ ഉണ്ട്. ഇന്നത്തെ ചർച്ചയിൽ തീർക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഈ കേരളത്തിന് ചില്ലിക്കാശ് തരാത്ത മോദി, വയനാട്ടിൽ ആളുകൾ മരിച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത ആ പാവപ്പെട്ട കൊച്ചിനെ വരെ പറ്റിച്ചുകൊണ്ട് പോയൊരു മോദി, എന്നിട്ട് പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് ഏതാണ്ട് കിട്ടുക എന്നാണ് പറയണത്. വഴിഞ്ഞൊഴുകല്ലേ കേരളത്തിന്. എല്ലാ വീട്ടിലും വെള്ളം കൊടുക്കുന്നു. പിന്നെ ഇന്ത്യ വെള്ളം കൊടുക്കും. തൽക്കാലം ഡൽഹിയിൽ വെള്ളം കയറിയിട്ട് ആ സ്കൂളിൽ അവിടെ പിന്നെ കോച്ചിങ് സെൻറ്ററിൽ പഠിക്കുന്ന കുറേ പേര് മരിച്ചുപോയ കേട്ടോ, കുഞ്ഞുങ്ങൾ, മലയാളി ഉൾപ്പെടെ. ഡൽഹിയിലാരാ ഭരിക്കണത്? നിങ്ങളുടെ മോദിയല്ലേ. കേരളത്തിൽ മാത്രം വെള്ളപ്പൊക്കം, അവിടെ ഒന്നും വെള്ളപ്പൊക്കം ഇല്ല. കുറേ ആളുകൾ ഇങ്ങനെ ചർച്ചയെന്ന് പറഞ്ഞിറങ്ങി തിരിച്ചിരിക്കുക. നിങ്ങൾക്ക് കുറഞ്ഞ പക്ഷേ ഈ കേരളത്തിൽ നേടിയ നേട്ടത്തോടെങ്കിലും ഒരു ധാരണ വേണം. ഒരു കാര്യം ഞാൻ പറയാം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു 4,38,000 വീടേ നിർമ്മിച്ചുള്ളൂ. അത് മതി. ഞാൻ സതീശൻ്റെ കണക്ക് സമ്മതിച്ചു. മാർച്ച് 31 ആകുമ്പോൾ ഞങ്ങൾ 6 ലക്ഷം ആക്കിക്കോളാം. സതീശ മാപ്പ് പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് ഒരു 5 കൊല്ലം കൂടെ തന്നാൽ മുഴുവൻ പേർക്കും വീട് കൊടുത്തോളാം. ഇപ്പം ഞങ്ങൾ ദാരിദ്ര്യമുക്ത കേരളം ഉണ്ടാക്കി. അതിദാരിദ്ര്യമില്ലാത്തൊരു കേരളം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞു. ഇനി ദാരിദ്ര്യമുക്ത കേരളത്തിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ഒരു 5 കൊല്ലം കൂടെ തരുമോ? പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് നോക്കിയാൽ, ലോകത്തെ കണക്ക് നോക്കിയാൽ പട്ടിണി സൂചികയിൽ ഇന്ത്യ വീണ്ടും വീണ്ടും പുറകോട്ടാണ് പോണത്. കേരളം ദാരിദ്ര്യമുക്തമാകുമ്പോൾ ഇന്ത്യ പട്ടിണി സൂചികയിൽ പുറകോട്ട്. അതിന് അങ്ങനെ മാജിക്ക് വിരുദ്ധ ധ്രുവങ്ങൾ സഞ്ചരിക്കുന്നത്. ഞാൻ BJP-യുടെ പ്രതിനിധിയോട് പറയുന്നത്, ആളോഹരി വരുമാനത്തിൽ ഇന്ത്യയിലെ 1-ാം സ്ഥാനം കേരളത്തിനാണോ മറ്റേതെങ്കിലും സ്റ്റേറ്റിനാണോ? നിങ്ങൾ ഭരിക്കുന്നൊരു സ്റ്റേറ്റിൻ്റെ പറ, ഗുജറാത്തിൻ്റെ പേര് പറ. 4 നൂറ്റാണ്ടായില്ലേ അവിടെ ഇരുന്ന് ഭരിക്കാൻ തുടങ്ങിയിട്ട്. ആഭ്യന്തര മൊത്ത വരുമാന വികസനത്തിൽ കേരളത്തിൻ്റെ നേട്ടം എന്താ? നിങ്ങൾ കണക്ക് പറയൂ. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നികുതി വിഹിതത്തിൻ്റെ പെർസെൻറ്റേജ് പകുതി വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുക കേരളത്തിൽ, കേന്ദ്ര വിഹിതം. എന്നിട്ട് പിന്നെ അവിടെ ഇവിടെ നക്കാപ്പിച്ച കൊടുക്കുന്ന കാര്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് കേരളത്തിൻ്റെ വികസനം.
അതിന് കോൺഗ്രസ്സുകാരും കൂട്ടുനിൽക്കുകയാണ്. ഞാൻ പറയുന്നത് എന്താ, ശബരിമലയെക്കുറിച്ച് പറയുന്നു കോൺഗ്രസ് നേതാവ്. അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ഈ പോറ്റി സ്വന്തം പോറ്റിയാന്ന് പറഞ്ഞ അടൂർ പ്രകാശല്ലേ? ആ പോറ്റിയെ ന്യായീകരിച്ച അടൂർ പ്രകാശല്ലേ? ആ പോറ്റി അവിടെ കയറിയപ്പോഴത്തേക്കും അന്ന് കോൺഗ്രസിൻ്റെ ഭരണമല്ലേ അവിടെ ഉണ്ടായിരുന്നത്? ഞങ്ങളൊരു പോറ്റിയെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. പോറ്റി കട്ടിട്ടുണ്ടെങ്കിൽ ആ കട്ട പോറ്റിയുടെ സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. മുഴുവൻ കിട്ടിയെന്ന് എനിക്കറിയില്ല. കിട്ടിയത് തന്ത്രി ഉദ്ഘാടനം ചെയ്ത കടയെന്നാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ ആ കട്ട സ്വർണം പോയത് എവിടേക്കെന്നുള്ളത് നാട്ടുകാർക്ക് നല്ല വിവരണമുണ്ട്. ബെല്ലാരിയിലെ സ്വർണ്ണക്കട അതാരുടെയാണ് നമുക്ക് നോക്കിയാൽ മതി. അതെല്ലാം കൂടെ പുറത്ത് വരട്ടെ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇത് അതല്ല വിഷയം. ഞങ്ങൾ പറയണത് വിഴിഞ്ഞം തുറമുഖം പൂർത്തിയായോ? കേന്ദ്ര സർക്കാരിൻ്റെ ചില്ലിക്കാശില്ലാതെ ലോകത്തെ ഏറ്റവും വലിയ തുറമുഖം വിഴിഞ്ഞത്ത് പൂർത്തിയാക്കുകയാണ്. ആർക്കാ അഭിനന്ദനം വേണ്ടത്? പിന്നെ ദേശീയപാതയാണ്. ഈ ദേശീയപാത UDFൻ്റെ കാലത്ത് നടന്നില്ലല്ലോ. ഇപ്പോൾ LDFൻ്റെ കാലത്ത് നടന്നു. മോദിയുടെ ഗുണം കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് BJPക്ക് ഉണ്ടായിരുന്നു പറയാൻ കാരണം ഇപ്പം അങ്ങനെ കാണുന്നില്ല. ആ നേതാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്താ പറഞ്ഞതെന്നറിയാമോ? ഈ പിണറായി വിജയന് ഇരട്ടച്ച കൊണ്ടെന്ന് പറയാം. എങ്ങനെ? വർഗീയവാദികൾ, ഇസ്ലാമിക വർഗീയവാദികളെ ചെറുത്തുകൊണ്ട്, ജമാഅത്തെ ഇസ്ലാമി SDP അടക്കമുള്ളവരെ ചെറുത്തുകൊണ്ട് ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയാൽ, ദേശീയപാത പൂർത്തിയാക്കിയാൽ ഈ പിണറായി വിജയൻ ഇരട്ടച്ചം കൊണ്ടെന്ന് പറയാമെന്ന് നിങ്ങളുടെ സുരേന്ദ്രൻ പറഞ്ഞതേ മോദി ഇങ്ങോട്ട് കൈ നീട്ടിയപ്പോൾ വന്ന ദേശീയപാത അല്ലെന്ന് അതിൻ്റെ അർത്ഥം. നല്ല എതിർപ്പുണ്ടായിരുന്നു ഇവിടെ. പിന്നെ നിങ്ങളുടെ B. ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ, സുരേഷ് ഗോപി അടക്കമുള്ളവർ പോയിട്ട്, ശ്രീധരൻപിള്ളി അടക്കമുള്ളവർ പോയിട്ട് ദേശീയപാതയെ തടഞ്ഞല്ലോ. കീഴാറ്റൂർ ബൈപ്പാസ് നടന്നോ? അതിൻ്റെ നേട്ടം നിങ്ങൾക്കാ? ഞങ്ങളല്ല യുദ്ധം ചെയ്തത്. വിഴിഞ്ഞത്ത് കെ സുധാകരൻ പ്രഖ്യാപിച്ചല്ലോ. എന്താ പ്രഖ്യാപിച്ചത്? വിമോചന സമരം. പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിക്കും വിഴിഞ്ഞത്ത്. എന്തിന്? വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നാൽ. ഞങ്ങൾ മനുഷ്യനോട് കണക്ട് ചെയ്യുന്നവരാണ്. ഞാൻ പറയുന്നത്, ഞങ്ങൾ കൊണ്ടുവന്ന ഏതെങ്കിലും പദ്ധതിക്ക് ബദൽ നിങ്ങൾക്കുണ്ടോ? ഞങ്ങളുടെ കുടുംബശ്രീക്ക് ബദൽ നിങ്ങൾക്കുണ്ടോ? ഇന്ത്യയിൽ എവിടെങ്കിലും? ഞങ്ങളുടെ ലൈഫ് മിഷന് ബദൽ നിങ്ങൾക്കുണ്ടോ? ഇന്ത്യയിൽ എവിടെങ്കിലും? 62 ലക്ഷം പേർക്ക് കൊടുക്കുന്ന പെൻഷൻ പദ്ധതിക്ക് ബദലുണ്ടോ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെങ്കിലും? തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മോദി കൊടുക്കണതല്ല. ഈ പിണറായി വിജയൻ ഗവൺമെൻറ് 120 മാസം അധികാരത്തിൽ ഇരിക്കുമ്പോൾ 138 മാസത്തെ പെൻഷൻ കൊടുക്കുന്ന സർക്കാരാകും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഞങ്ങൾ 9 പ്രോഗ്രസ് കാർഡ് ഇറക്കിയിട്ടുണ്ട്. ഐ ചലഞ്ച് ചെയ്യൂ. 9 പ്രോഗ്രസ് കാർഡ് ഇറക്കിയിട്ടുണ്ട്. ഓരോ പ്രോഗ്രസ് കാർഡിനെ കുറിച്ചും ചർച്ച ചെയ്യാം. നിങ്ങൾ പ്രോഗ്രസ് കാർഡ് വന്നപ്പോൾ കണ്ണടച്ച് കിടന്ന് എന്തിനാ? ചത്ത പോലെ കിടക്കുന്നു. ഓരോ പ്രോഗ്രസ് കാർഡ് വന്നപ്പോഴും ചത്ത പോലെ കിടക്കുന്നു കോൺഗ്രസും BJPയും. എന്താ ചത്ത പോലെ കിടന്നത്? പ്രോഗ്രസ് കാർഡിനെ കുറിച്ച് മിണ്ടിയാൽ വികസന രാഷ്ട്രീയം വരും, ക്ഷേമ രാഷ്ട്രീയം വരും. അപ്പം നിങ്ങൾ ചത്ത പോലെ കിടന്നു. തെരഞ്ഞെടുപ്പ് കാലം വന്നപ്പോൾ നുണയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഇറങ്ങി. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരം. ശരി അനിൽകുമാർ, അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ, അങ്ങനെയാണോ? ചത്ത പോലെ കിടക്കുകയായിരുന്നു നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലം വരെ, അതിനുശേഷം നുണയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുമായി പുറത്തേക്ക് വന്നു? അതല്ല, അത് AKG സെന്ററിൽ നിന്ന് കൊടുക്കുന്ന ക്യാപ്സൂൾ അനുസരിച്ച് ബഹുമാനപ്പെട്ട ശ്രീ അനിൽകുമാർ ആയിരിക്കും സംസാരിക്കുക. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ചില കാരണങ്ങൾ മുന്നോട്ട് വെക്കുന്ന സാഹചര്യമുണ്ടായി. അത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ BJPക്കെതിരെ പ്രതികരിക്കുന്നില്ല, BJPക്കെതിരെ പറയുന്നില്ല എന്ന് പറയുന്നു. ആരാണ് ബിനിലെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? അനിൽകുമാറോ? അനിൽകുമാറിന്റെ പാർട്ടിയോ? ഇവിടെ സംഘപരിവാറിന് വിനീത വിധേയനായി നിന്ന പിണറായി 3.0 അത് യാഥാർത്ഥ്യമാക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ഒരു പാർലമെന്റ് അംഗം ഇടനില നിന്ന PM ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നീട് ഈ ജോൺ ബ്രിട്ടാസ് MP ഇടപെട്ട് ആ പദ്ധതി നടപ്പാക്കാൻ മുന്നോട്ട് നീങ്ങിയത് ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ കേരളം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ആര് തമ്മിലാണ് ഡീൽ, ആര് തമ്മിലാണ് ഐക്യം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യവും വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ചില വാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു സംശയമില്ല, ഐ വിൽ ചാലഞ്ച് യു. ഈ ഡിസംബർ മാസം 13-ാം തീയതി ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഒരു സംശയം വേണ്ട ബിനിലെ, ഞാൻ അനിൽകുമാറിനെ വെല്ലുവിളിക്കുന്നു. അതും ന്യൂസ് മലയാളത്തിന്റെ ഫ്ലോറിൽ ഇരുന്ന് തന്നെ അദ്ദേഹത്തോട് പറയുന്നു, ഞാനും അദ്ദേഹവും വീണ്ടും ഈ പറയുന്ന ഡിസംബർ മാസം 13-ാം തീയതി സംസാരിക്കാൻ തയ്യാറാണ്. അപ്പോൾ നമുക്ക് വ്യക്തമാകും കേരളത്തിലെ ജനങ്ങൾ ശബരിമല വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ, കേരളത്തിലെ ജനങ്ങളെ ശബരിമല വിഷയം കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടോ, അത് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഡിസംബർ 13-ാം തീയതി നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ചില ന്യായവാദങ്ങൾ മുന്നോട്ട് വെച്ചു. ഞാനിവിടെ സൂചിപ്പിക്കുന്നു, കിഫ്ബിയുടെ കടം 20,000 കോടിയാണ്. കാരുണ്യ ആരോഗ്യ പദ്ധതിയുടെ കടം 2200 കോടിയാണ്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ നൽകാനുള്ളത് 400 കോടി രൂപയാണ്. കരാറുകൾക്ക് നൽകാനുള്ളത് 10,000 കോടി രൂപയാണ്.
ക്ഷേമനിധി ബോർഡുകൾക്ക് നൽകാനുള്ളത് 2,500 ശരി, കോടി ഇങ്ങനെ രൂപയാണ്. കണക്ക് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട്. ബിജെപിക്ക് എന്താണ് പറയാനുള്ളത്? 12,900 കോടി കേൾക്കണം. രൂപ നൽകാനുണ്ട്. പ്രിന്റു പറയാം. ഇത്തരത്തിൽ അല്ല ബിനിലെ ഒരു സെക്കൻഡ് അല്ല, എനിക്ക് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ടാണ്. പ്രിന്റു പറയാം. ഈ ആദരണീയനായിട്ടുള്ള അനിൽകുമാർ പറയുന്നത് അദ്ദേഹം പറഞ്ഞു നോക്കൂ. അദ്ദേഹം സംസ്ഥാന സർക്കാരിൻ്റെ ഏത് പദ്ധതിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം കേന്ദ്രം നൽകുന്ന പദ്ധതികളുടെ പേര് മാറ്റി അത് പറയുകയല്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെ സ്വത്വബോധമുള്ള ഏത് പദ്ധതിയാണുള്ളത്? നിങ്ങൾ പറയൂ. അദ്ദേഹം പറഞ്ഞു ഈ ലൈഫ് മിഷനെ കുറിച്ച് പറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പേര് മാറ്റിയിട്ട് ലൈഫ് മിഷൻ എന്ന പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രധാനമന്ത്രിയുടെ പദ്ധതി അല്ലാതെയാകുമോ? നിങ്ങൾ നോക്കണേ, കേരളത്തിൽ നടക്കുന്ന മുഴുവൻ പദ്ധതികളും ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള തർക്കമെന്താ? കേന്ദ്രത്തിൻ്റെ പരിപാടികളും പദ്ധതികളും പേരടിച്ചു മാറ്റിയിട്ട് മറ്റൊരു പദ്ധതിയാക്കിയിട്ട് സ്വന്തം പേര് വെക്കുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് എന്താണുള്ളത്? കേരളത്തിൽ നോക്കൂ, ഇവിടെ വിഴിഞ്ഞം തുറമുഖം ഏത് കേന്ദ്ര സർക്കാർ വന്നപ്പോഴാണ് നടപ്പിലാക്കിയത്? 6 വരി പാത ഏത് കേന്ദ്ര സർക്കാരിൻ്റെ ഇച്ഛാശക്തിയായിരുന്നു? ഇവിടുത്തെ ബൈപ്പാസ് റോഡിൽ അദ്ദേഹം കുറച്ചു. ഈ കേരളത്തിലെ 35 വർഷം അദ്ദേഹത്തിൻ്റെ കണ്ണൂരിലെ ഈ വടകര മുതൽ തലശ്ശേരി വരെ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബൈപ്പാസ് ഉണ്ടല്ലോ, 45 വർഷത്തിന് ശേഷം ശാപമോക്ഷം കിട്ടിയത് മോഡി സർക്കാർ വന്നതിന് ശേഷമാണ്. ഈ രാജ്യത്തിലെ ആശാ വർക്കർമാർ എന്ന് പറയുന്ന സത്യം പറഞ്ഞു, നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ട് ഈ സ്വച്ഛ് ഭാരതിനെ അദ്ദേഹം മാറ്റിയിട്ട് പറഞ്ഞത് ഈ രാജ്യത്തിൻ്റെ തന്നെ മാതൃകയാക്കിയിട്ട് കേരളത്തിലെ പദ്ധതിയാണെന്ന്. സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഹരിത മിഷൻ വർക്കർമാർ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് നോക്കി, കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ 10 വർഷത്തിനപ്പുറം ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ബിജെപി ചൂണ്ടിക്കാട്ടുന്നത്. വളരെ നന്ദി ശ്രീ കെ അനിൽകുമാർ, അഡ്വക്കേറ്റ് തൗഫിക് രാജൻ, പ്രിന്റു മഹാദേവ് എന്നിവർക്ക് ചർച്ചയിൽ പങ്കെടുത്തതിന്.